പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. യേശുവിൽ ഏറ്റവും പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, ഉറവിടങ്ങളിലേക്ക് പ്രാർത്ഥനാപൂർവം ഒരിക്കൽ കൂടി നിങ്ങളെ എല്ലാവരെയും ഞാൻ സ്വാഗതം ചെയ്യുന്നു. യോഹന്നാൻ്റെ സുവിശേഷം പഠിക്കാൻ ദൈവം തന്ന വിലപ്പെട്ട ഒരു അവസരമാണ് ഇത്. ദൈവത്തിൻ്റെ കരുണയ്ക്ക് നന്ദി പറയാം. നിങ്ങൾ വളരെ താല്പര്യത്തോടെ വചനം പഠിക്കാൻ അടുത്തു വരുന്നതിന് ഞാൻ യേശുവിൻ്റെ നാമത്തിൽ നിങ്ങൾക്ക് നന്ദി പറയുന്നു. നമുക്ക് ഇന്ന് പഠിക്കാനുള്ളത് യോഹന്നാൻ്റെ സുവിശേഷത്തിൻ്റെ 8-ാം അധ്യായത്തിൻ്റെ 12 മുതലുള്ള വാക്യങ്ങളാണ്. യോഹന്നാൻ 8-ാം അധ്യായം 12-ാമത്തെ വാക്യം വളരെ മർമ്മപ്രധാനമായ ഒരു വാക്യമാണ്. യോഹന്നാൻ്റെ സുവിശേഷത്തിൽ ഞാൻ പറഞ്ഞിരുന്നു, യേശു തന്നെക്കുറിച്ച് തന്നെ പറയുന്ന, ഞാൻ ലോകത്തിൻ്റെ പ്രകാശമാണ്, ഞാൻ ആടുകളുടെ ഇടയനാണ്, ഞാൻ വാതിലാണ്, ഞാൻ വഴിയും സത്യവും ജീവനുമാണ്. ഇങ്ങനെ ഐ ആം സെയിങ്സ് യേശു തന്നെക്കുറിച്ച് തന്നെ നടത്തുന്ന പ്രസ്താവനകളിൽ, അങ്ങനെയുള്ള 7 പ്രസ്താവനകളിലെ ഒരു പ്രധാനപ്പെട്ട പ്രസ്താവനയാണിത്. ഞാൻ ലോകത്തിൻ്റെ പ്രകാശമാണ്. ഈ ഒരു വചനത്തിലൂടെ തുടർന്നുള്ള ഭാഗങ്ങളിലൂടെ ഇന്ന് നമ്മുടെ പഠനം കടന്നു പോകുമ്പോൾ വചനത്തിൻ്റെ അമ്മയായ പരിശുദ്ധ കന്യകാമാതാവിൻ്റെ മധ്യസ്ഥം പ്രാർത്ഥന നമുക്ക് അപേക്ഷിച്ചുകൊണ്ട് ആരംഭിക്കാം. കൃപ നിറഞ്ഞ മറിയമേ, സമാധാനം. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരഫലമായ കർത്താവ് ഈശോ മിശിഹാ വാഴ്ത്തപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമേൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, ആദ്യം മുതൽ എന്നേക്കും. ആമേൻ. ഹല്ലേലൂയ. യോഹന്നാൻ 8-ാം അധ്യായം 12-ാം തിരുവചനം. യേശു വീണ്ടും അവരോട് പറഞ്ഞു, ഞാൻ ലോകത്തിൻ്റെ പ്രകാശമാണ്. എന്നെ അനുഗമിക്കുന്നവൻ ഒരിക്കലും അന്ധകാരത്തിൽ നടക്കുകയില്ല, അവന് ജീവൻ്റെ പ്രകാശം ഉണ്ടായിരിക്കും. ഈ 12-ാമത്തെ വാക്യം, ഞാൻ ലോകത്തിൻ്റെ പ്രകാശമാണ് എന്ന വാക്യത്തിൻ്റെ അർത്ഥം അല്പം ആഴമായി മനസ്സിലാക്കിക്കൊണ്ട് നമ്മൾ തുടർന്നുള്ള ഭാഗത്തിലേക്ക് കടക്കാം. എന്തായിരിക്കും ഇത് പറയുമ്പോൾ യേശുവിൻ്റെ മനസ്സിൽ ഉണ്ടാകാനിടയുള്ള ചിന്ത? ഇത് യേശു പ്രസ്താവിക്കുന്നത് പാപിനിയായ സ്ത്രീയെ കല്ലെറിയാൻ ജനക്കൂട്ടം കൊണ്ടുവന്നതിൻ്റെ ശേഷമാണ്. ആ പാപിനിയെ ഞാനും നിന്നെ വിധിക്കുന്നില്ല, മേലിൽ പാപം ചെയ്യരുത് എന്ന പ്രസ്താവനയ്ക്ക് ശേഷം തൊട്ടടുത്താണ് യേശു തന്നെക്കുറിച്ചുള്ള ഈ വളരെ പ്രധാനപ്പെട്ട ഒരു സത്യസന്ധമായ ഈ പ്രസ്താവന, ഈ സത്യം പ്രഖ്യാപിക്കുന്നത്. അതായത്, ജീവിതകാലം മുഴുവൻ പാപത്തിൽ കഴിഞ്ഞ ഒരു സ്ത്രീക്ക് ഇനി എങ്ങനെയാണ് ഈ നിമിഷം മുതൽ പാപം ചെയ്യാതെ ജീവിക്കാൻ കഴിയുന്നത്? ആ ചോദ്യത്തിനുള്ള ഉത്തരമാണ് യേശുവിൻ്റെ തന്നെക്കുറിച്ചുള്ള ഈ പ്രസ്താവന. ഞാൻ ലോകത്തിൻ്റെ പ്രകാശമാണ്, എന്നെ അനുഗമിക്കുന്നവൻ ഒരിക്കലും അന്ധകാരത്തിൽ നടക്കുകയില്ല. അന്ധകാരം എന്ന് യേശു ഉദ്ദേശിക്കുന്നത് ആത്മാവിലെ അന്ധകാരമാണ്, ധാർമ്മിക അന്ധകാരമാണ്. അന്ധകാരം എന്നതുകൊണ്ട് യേശു ഉദ്ദേശിക്കുന്നത്, 1 ആത്മാവിലെ അന്ധകാരമാണ്, 2 ധാർമ്മിക അന്ധകാരമാണ്. ഇതിന് കൂടാരത്തിരുനാളുമായി ഒരു ബന്ധമുണ്ടായിരുന്നു. അതായത്, ഈ കൂടാരത്തിരുനാളിനെ വിളിച്ചിരുന്ന മറ്റൊരു പേരാണ് ദീപങ്ങളുടെ തിരുനാൾ. ദിസ് വാസ് ഓൾവേസ് കോൾഡ് ദ ഫെസ്റ്റിവൽ ഓഫ് ദ ലൈറ്റ്. ദീപങ്ങളുടെ തിരുനാൾ, ദീപ ആഘോഷം. അപ്പോൾ അതിന് ഒരു പശ്ചാത്തലമുണ്ട്. ആഘോഷങ്ങളുടെ ഒരു പ്രധാനപ്പെട്ട ഭാഗമായിരുന്നു ദേവാലയത്തിലെ ദ കോർട്ട് ഓഫ് ദ വിമൻ, കോർട്ട്യാർഡ് ഓഫ് ദ വിമൻ, അതായത് സ്ത്രീകൾ നിൽക്കുന്ന പ്രാകാരം. ആ സ്ത്രീകളുടെ പ്രാകാരത്തിൽ 14 അടി ഉയരമുള്ള 2 വലിയ ദീപങ്ങൾ തെളിച്ചു വെക്കുമായിരുന്നു. 14 അടിയോളം ഉയരമുള്ള വലിയ 2 ദീപങ്ങൾ സ്ത്രീകൾ നിന്ന പ്രാകാരത്തിൽ അത് തയ്യാറാക്കി സജ്ജീകരിച്ച് വെക്കുമായിരുന്നു. സോ ഇൻ ദ കോർട്ട്യാർഡ് ഓഫ് ദ വിമൻ, അവിടെയാണിത് ദിസ് ജൈജാൻറ്റിക് ലൈറ്റ്സ്
ഓഫ് 14 ഫൂട്ട് ഹൈ. അപ്പോൾ ഇതവിടെയാണ് വെച്ചിരുന്നത്. എന്തിനാണ് ഈ 14 അടി ഉയരമുള്ള ദീപം തയ്യാറാക്കി വെക്കുന്നതെന്ന് ചോദിച്ചാൽ അതെന്തിനായിരുന്നു അറിയാമോ? ഈ തിരുനാളിൻ്റെ 8 ദിവസങ്ങളിലും, 8 ദിവസത്തെ തിരുനാളാണ് കൂടാര തിരുനാൾ, തിരുനാളിൻ്റെ 8 ദിവസങ്ങളിലും ആ ദേവാലയം മുഴുവൻ, ദേവാലയ പരിസരം മുഴുവൻ വെളിച്ചം കാണുന്നതിനായിരുന്നു ഈ ഭീമാകാരമായ 2 അഗ്നിത്തൂണുകൾ. മാത്രമല്ല, നമുക്കൊരു കാര്യം അറിയാം, ഈ കൂടാര തിരുനാൾ മരുഭൂമിയിലൂടെ ദൈവം നയിച്ച വഴികളെ ഓർമ്മിക്കാനുള്ള വാർഷികാഘോഷമായിരുന്നു. മരുഭൂമിയിൽ അവരെ ദൈവം നയിച്ചത് പകൽ മേഘസ്തംഭമായും രാത്രി അഗ്നിത്തൂണായിട്ടുമാണ്. അപ്പോൾ അതിൻ്റെ ഓർമ്മയ്ക്കായിട്ടെന്നോണം സ്ത്രീകളുടെ പ്രാകാരത്തിൽ ഉയർത്തി നിർത്തിയ 14 അടി ഉയരമുള്ള 2 ദീപസ്തംഭങ്ങൾ. ഇനി ഇത് ദേവാലയത്തിൻ്റെ മുറ്റം മാത്രമല്ല പ്രകാശിപ്പിച്ചുകൊണ്ടിരുന്നത്. ജെറുസലേമിന് ദേവാലയത്തിന് പുറത്തുള്ള തെരുവുകളിലും ടെമ്പിൾ ഏരിയ മുഴുവനിലും അതുപോലെ തന്നെ സ്ട്രീറ്റിലും ഇത് വെളിച്ചം പരത്തിയിരുന്നു. ഈ 2 ദീപസ്തംഭങ്ങളുടെ പശ്ചാത്തലത്തിലാണ് യേശു ഉച്ചത്തിൽ വിളിച്ചു പറയുന്നത്, ഞാനാണ് ലോകത്തിൻ്റെ പ്രകാശം. എന്നെ അനുഗമിക്കുന്നവൻ ഒരിക്കലും അന്ധകാരത്തിൽ നടക്കുകയില്ല, അവന് ജീവൻ്റെ പ്രകാശം ഉണ്ടായിരിക്കും. നമുക്ക് വെളിച്ചത്തെ ധ്യാനിക്കാം. വെളിച്ചത്തിൻ്റെ പ്രത്യേകത ഒരേ സമയം വെളിച്ചം മുറിപ്പെടുത്തുകയും സഹായിക്കുകയും ചെയ്യും. ഇറ്റ് ഹേർട്സ് ആൻഡ് ഇറ്റ് ഹെൽപ്സ്. ലൈറ്റ് ഹേർട്സ് ആൻഡ് ലൈറ്റ് ഹെൽപ്സ്. വെളിച്ചം മുറിപ്പെടുത്തും, വെളിച്ചം സഹായിക്കും. അല്ലെങ്കിൽ വെളിച്ചം അസ്വസ്ഥതയുണ്ടാക്കും, വെളിച്ചം സഹായിക്കും. വെളിച്ചം എങ്ങനെയാണ് അസ്വസ്ഥത ഉണ്ടാക്കുന്നത്? യോഹന്നാൻ സുവിശേഷം ആരംഭിക്കുന്ന സമയത്ത് വെളിച്ചത്തെക്കുറിച്ചൊരു പരാമർശം നടത്തിയത് ഓർമ്മയിലുണ്ടാവും. യോഹന്നാൻ പറഞ്ഞിരുന്നു, ആ വെളിച്ചം ഇരുളിൽ പ്രകാശിക്കുന്നു, അതിനെ കീഴടക്കാൻ ഇരുളിന് കഴിഞ്ഞില്ല. യോഹന്നാൻ എന്നൊരു മനുഷ്യനുണ്ടായിരുന്നു, അവൻ വെളിച്ചത്തിന് സാക്ഷ്യം നൽകാൻ വന്നു. നിങ്ങളെപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ, വെളിച്ചത്തിന് ഒരാൾ സാക്ഷ്യം നൽകേണ്ട ആവശ്യമുണ്ടോ? വെളിച്ചം വരുന്നു എന്നൊരാൾ വിളിച്ചു പറയേണ്ട ആവശ്യമുണ്ടോ? ആവശ്യമുണ്ട്. ഒരു ലളിതമായ ഉദാഹരണം എടുക്കാം. അതായത്, നിങ്ങൾ രാത്രിയിൽ ഉറങ്ങിക്കിടക്കുകയാണ്. പെട്ടെന്നൊരാൾ വന്ന് മുറിയിൽ വേഗം വന്ന് ലൈറ്റ് ഇടുന്നു. പെട്ടെന്ന് വന്ന് ലൈറ്റ് ഇട്ടാൽ നിങ്ങൾ ആ വെളിച്ചത്തിലേക്ക് ഞെട്ടി എഴുന്നേറ്റ് കണ്ണു തുറന്നാൽ നിങ്ങൾക്ക് പെട്ടെന്ന് തിമിരം ബാധിച്ചതുപോലെ തോന്നും. നിങ്ങൾക്ക് അസ്വസ്ഥതയുണ്ട്. കണ്ണുകൾക്ക് അത് ഒരു ബുദ്ധിമുട്ടായി മാറും. കണ്ണുകൾക്ക് അതൊരു അസ്വസ്ഥതയുണ്ടാക്കും. അപ്പോൾ അങ്ങനെ ഒരു വെളിച്ചം ഓൺ ചെയ്യുന്നതിന് മുമ്പ് ഒരാൾ വിളിച്ച് പറയേണ്ടതുണ്ട്, ലൈറ്റ് ഇടാൻ പോവാണേ. ഇതാണ് വെളിച്ചത്തിൻ്റെ സാക്ഷ്യം. അതായത് ക്രിസ്തു എന്ന് പറയുന്ന ദൈവമെന്ന ആ സൂര്യ തേജസ് പെട്ടെന്ന് ഈ ലോകത്തിലേക്ക് വരുമ്പോൾ മനുഷ്യൻ അസ്വസ്ഥനാവാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് വെളിച്ചത്തിന് ഒരാൾ സാക്ഷി നൽകുന്നത്. അപ്പോൾ വെളിച്ചം അസ്വസ്ഥതയുണ്ടാക്കും. വലിയ വെളിച്ചം ഓർക്കാപ്പുറത്ത് അന്ധകാരത്തിൽ കഴിയുന്ന ഒരു മനുഷ്യൻ്റെ കണ്ണിലേക്ക് വന്നടിച്ചാൽ ലൈറ്റ് ഹേർട്സ്. വെളിച്ചം മുറിവേൽപ്പിക്കുന്നു. വെളിച്ചം അസ്വസ്ഥതയുണ്ടാക്കുന്നു. വെളിച്ചം ചില കാര്യങ്ങൾ കാണിച്ചു തരുന്നു. വെളിച്ചം നമ്മുടെ യഥാർത്ഥ അവസ്ഥയെ എക്സ്പോസ് ചെയ്യുന്നു. വെളിച്ചം നമ്മുടെ നഗ്നതയെ അനാവരണം ചെയ്യുന്നു. വെളിച്ചം നമ്മുടെ ഇല്ലായ്മകളെ പുറം ലോകത്തിന് കാണിച്ചു കൊടുക്കുന്നു. അതുകൊണ്ട് ഈശോ പറയുകയാണ്, ഞാൻ വെളിച്ചമാണ്. ഈ വെളിച്ചത്തിന് മുമ്പിൽ നിൽക്കുമ്പോഴാണ് ഒരു മനുഷ്യന് തൻ്റെ ഇല്ലായ്മ മനസ്സിലാവുന്നത്. നിങ്ങളൊരു കാര്യം ശ്രദ്ധിച്ചിട്ടുണ്ടാവും. ഉൽപ്പത്തി പുസ്തകത്തിൽ
പാപം ചെയ്തതിന് ശേഷം തങ്ങൾ നഗ്നരാണെന്ന് അറിഞ്ഞു കഴിയുമ്പോൾ ആദവും ഹവ്വയും അത്തിയിലകൾ കുട്ടിത്തുന്നി വസ്ത്രമുണ്ടാക്കുന്നു. അങ്ങനെ അവർ തങ്ങളുടെ നഗ്നത മറയ്ക്കുന്നു. ഇപ്പോൾ അവർ നഗ്നരല്ല. എന്നാൽ തോട്ടത്തിൽ ദൈവത്തിൻ്റെ പാദപതനം കേൾക്കുമ്പോൾ, നീ എവിടെയാണ് ആദം എന്ന് ദൈവം ചോദിക്കുമ്പോൾ ആദത്തിൻ്റെ മറുപടി, ഞാൻ നഗ്നനായതുകൊണ്ട് ഭയന്ന് ഒളിച്ചിരിക്കുന്നു എന്നാണ്. നോക്കുക, അയാൾ നഗ്നനല്ല. ഇപ്പോൾ അയാൾ അത്തിയിലകൾ കൊണ്ടുള്ള വസ്ത്രം ധരിച്ചിട്ടുണ്ട്. എന്നാൽ ദൈവമാകുന്ന വെള്ളി വെളിച്ചം തനിക്ക് നേരെ ശക്തമായി ആഞ്ഞടിക്കുമ്പോൾ ആദത്തിന് അറിയാം താൻ നഗ്നനാണ്. ദൈവമെന്ന പ്രഭാപൂരത്തെ നേരിടാൻ മനുഷ്യന് കഴിയില്ല. അവന് അസ്വസ്ഥതയുണ്ടാവും, എക്സ്പോസ്ഡ് ആവും. അപ്പോൾ അതുകൊണ്ട് ഈശോ പറയുകയാണ്, ഞാൻ ലോകത്തിൻ്റെ വെളിച്ചമാണ്, ഞാൻ ലോകത്തിൻ്റെ വെളിച്ചമാണെന്ന് പറയുമ്പോൾ ഈ വെളിച്ചം ആദ്യം ഒരാളെ അയാളുടെ യഥാർത്ഥ അവസ്ഥ ബോധ്യപ്പെടുത്തും, അത് അയാളിൽ അസ്വസ്ഥതയുണ്ടാക്കും. വെളിച്ചത്തിൻ്റെ രണ്ടാമത്തെ പ്രത്യേകത, വെളിച്ചം വഴി കാണിക്കും. വെളിച്ചം പുറത്തേക്ക് നയിക്കും. എന്തിനാണ് ഒരു മുറിയിൽ നമ്മൾ ലൈറ്റ് ഇടുന്നത്? ആ മുറിയിൽ ഉള്ള വസ്തുക്കളെ വ്യക്തമായി കാണാൻ മാത്രമല്ല, ഒരു മുറിയിൽ നിന്ന് പുറത്ത് കടക്കണമെങ്കിലും നിങ്ങൾക്ക് മുറിക്കകത്ത് വെളിച്ചം ആവശ്യമുണ്ട്. ഒരു ഇരുണ്ട ഗുഹയിൽ നിന്ന് പുറത്ത് കടക്കാൻ നിങ്ങൾക്ക് വെളിച്ചം ആവശ്യമുണ്ട്. വെളിച്ചം വഴി കാണിക്കും. അതുകൊണ്ടാണ് തെരുവുകളിൽ തെരുവ് വിളക്കുകൾ സ്ഥാപിച്ചിരിക്കുന്നത്. അപ്പോൾ വെളിച്ചം നമ്മുടെ യഥാർത്ഥ അവസ്ഥ ചൂണ്ടിക്കാണിച്ച് അസ്വസ്ഥതയുണ്ടാക്കുകയും ചെയ്യും. അതേസമയം വെളിച്ചം അന്ധകാരത്തിൽ നിന്ന് പുറത്തു കടക്കാനുള്ള വഴി കാണിക്കുകയും ചെയ്യും. ഈശോ പറയുന്നു, ഞാനാകുന്നു ലോകത്തിൻ്റെ വെളിച്ചം. രണ്ട് കാര്യങ്ങളാണ് യേശു നമ്മിൽ ചെയ്യുന്നത്. ഒന്ന്, അവൻ നമ്മുടെ യഥാർത്ഥ അവസ്ഥയുടെ മാരകമായ യാഥാർത്ഥ്യം കാണിച്ചു തരുന്നു, ഭയാനകമായ യാഥാർത്ഥ്യം കാണിച്ചു തരുന്നു. രണ്ട്, അവൻ അതിൽ നിന്ന് രക്ഷപ്പെടാൻ നമ്മെ സഹായിക്കുകയും ചെയ്യുന്നു. കുറ്റം ചൂണ്ടിക്കാണിക്കുക മാത്രമല്ല ദൈവപുത്രൻ ചെയ്യുന്നത്, കുറ്റം പരിഹരിക്കുക കൂടി അവൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഒന്നാമത്തെ കാര്യം ഈശോ പറയുന്നു, ഞാൻ ലോകത്തിൻ്റെ വെളിച്ചമാണ്. ഇനി എന്നെ അനുഗമിക്കുന്നവർ എന്തു ചെയ്യണം? എന്നെ അനുഗമിക്കുന്നവർ, അവർക്കെന്ത് സംഭവിക്കുന്നു? എന്നെ അനുഗമിക്കുന്നവർ ഒരിക്കലും അന്ധകാരത്തിൽ നടക്കുകയില്ല, അവന് ജീവൻ്റെ പ്രകാശം ഉണ്ടായിരിക്കും. ഞാൻ നിങ്ങളോട് പറഞ്ഞിരുന്നു, ദീപങ്ങളുടെ ആഘോഷമെന്നാണ് കൂടാരത്തിരുനാളിനെ വിളിച്ചിരുന്ന മറ്റൊരു പേര്. അതിൻ്റെ കാരണം 48 സംവത്സരം മരുഭൂമിയിലൂടെ യാത്ര ചെയ്ത സമയത്ത് ഈ ജനതയെ ദൈവം രാത്രി അഗ്നിത്തൂണായും പകൽ മേഘസ്തംഭമായും വഴി നടത്തിയതിൻ്റെ ഓർമ്മയാചരണമായിരുന്നു ഇത്. രാത്രിയിൽ അവരെ വഴി നടത്തിയ അഗ്നിത്തൂണ്, ദ പില്ലർ ഓഫ് ഫയർ. ഈ അഗ്നിസ്തംഭം കൂടാരങ്ങൾക്ക് മുകളിൽ നിന്ന് കൂടാരങ്ങൾക്ക് വെളിച്ചം കാണിച്ചു കൊടുത്തു. ഈ അഗ്നിസ്തംഭം മൂവ് ചെയ്യുമ്പോൾ മരുഭൂമിയിലൂടെ ജനം ആ അഗ്നിത്തൂണിനെ പിന്തുടർന്ന് യാത്ര ചെയ്തു. യാത്രയിലെ വഴികാട്ടിയായിരുന്നു അഗ്നിസ്തംഭം. ഇവിടെ ഈശോ ഉദ്ദേശിക്കുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട്. ഈ അഗ്നിസ്തംഭത്തിൻ്റെ പ്രത്യേകത, ഒന്നാമത്തെ പ്രത്യേകത, ഇത് മൂവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ജനത്തിന് വെളിച്ചം വേണമെങ്കിൽ നിങ്ങൾ ഈ അഗ്നിസ്തംഭത്തിൻ്റെ കൂടെ സഞ്ചരിക്കണം. ലോകത്തിൻ്റെ പ്രകാശമായ യേശു ഒരു സ്ഥലത്ത് സ്ഥിരമായി നിൽക്കുകയല്ല, മൂവ് ചെയ്യുകയാണ്. അങ്ങനെ മൂവ് ചെയ്യുന്നത് കൊണ്ട് യേശുവിൽ നിന്ന് വെളിച്ചം നമുക്ക് വേണമെങ്കിൽ നമ്മൾ യേശുവിൻ്റെ കൂടെ സഞ്ചരിക്കണം. നമ്മൾ യേശു ആയിരിക്കുന്നിടത്ത് ആയിരിക്കണം.
നമ്മൾ യേശു സഞ്ചരിക്കുന്നതിൻ്റെ കൂടെ സഞ്ചരിക്കണം. നമ്മൾ യേശുവിനോടൊപ്പം ആയിരിക്കണം. പകൽ മേഘസ്തംഭമായി രാത്രി അഗ്നിത്തൂണായി വഴി നടത്തിയ ദൈവത്തിൻ്റെ കൂടെ സഞ്ചരിച്ചപ്പോഴാണ് അവർക്ക് കാനാൻ ദേശത്ത് എത്തിച്ചേരാൻ കഴിഞ്ഞത്. വെളിച്ചമായ യേശുവിൻ്റെ കൂടെ നാം ആയിരിക്കണം. നമ്മൾ മനസ്സിലാക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു സംഗതി, നമ്മൾ യേശുവിൻ്റെ കൂടെ സഞ്ചരിച്ചില്ലെങ്കിൽ നമ്മൾ ധാർമ്മിക അന്ധകാരത്തിൽ അവസാനിക്കുക തന്നെ ചെയ്യും. യോഹന്നാന്റെ സുവിശേഷം ആവർത്തിച്ച് ഉപയോഗിക്കുന്ന ഒരു പ്രതീകമാണ് വെളിച്ചം. 1-ാം അധ്യായത്തിൻ്റെ 4 മുതൽ 9 വരെയുള്ള വാക്യങ്ങളിൽ നമ്മൾ ഈ ഒരു പ്രതീകം കണ്ടിരുന്നു. 1-ാം അധ്യായത്തിൻ്റെ 4 മുതൽ 9 വരെ അതിനകത്താണ് പറഞ്ഞത്, ഈ പ്രകാശം ലോകത്തിലേക്ക് വന്നിട്ടും അവനിൽ വെളിച്ചമുണ്ടായിരുന്നു, ആ ജീവൻ മനുഷ്യരുടെ വെളിച്ചമായിരുന്നു, ആ വെളിച്ചം ഇരുളിൽ പ്രകാശിക്കുന്നു, അതിനെ കീഴടക്കാൻ ഇരുളിന് കഴിയില്ല. ഇനി അതുപോലെ തന്നെ 3-ാം അധ്യായത്തിൻ്റെ 16 മുതൽ 21 വരെയുള്ള വാക്യങ്ങളിലും നമ്മൾ കാണുന്നുണ്ട്. അവിടെയാണ് നമ്മൾ കാണുന്നത്, അതായത് ഈ തിന്മ പ്രവർത്തിക്കുന്നവൻ വെളിച്ചത്തിലേക്ക് വരുന്നില്ല, അവൻ്റെ പ്രവൃത്തികൾ അന്ധകാരം നിറഞ്ഞതായതിനാൽ അവന് വെളിച്ചത്തിലേക്ക് വരാൻ കഴിയുന്നില്ല. വീണ്ടും 9-ാം അധ്യായത്തിൽ 4-5 വാക്യങ്ങളിലും ഈ വെളിച്ചത്തെക്കുറിച്ചുള്ള പരാമർശമുണ്ട്. വീണ്ടും 12-ാം അധ്യായത്തിൻ്റെ 35-ാമത്തെ വാക്യത്തിൽ വെളിച്ചത്തെക്കുറിച്ച് ഞാൻ പറഞ്ഞു വരുന്നത്, യേശുവാകുന്ന വെളിച്ചം, ആ വെളിച്ചത്തെ നമ്മൾ ആ വെളിച്ചത്തിൻ്റെ കൂടെ സഞ്ചരിച്ചില്ലെങ്കിൽ നമ്മൾ അന്ധകാരത്തിൽ അവസാനിക്കും. എന്നെങ്കിലും ഒരിക്കൽ യേശുവിനെ അറിഞ്ഞു, എപ്പോഴോ യേശുവിനോടൊരു ബന്ധമുണ്ടായിരുന്നു, ഇപ്പോൾ യേശുവിൻ്റെ കൂടെയല്ല യാത്ര ചെയ്യുന്നത്, അങ്ങനെയാണെങ്കിൽ വീണ്ടും നമ്മൾ എത്തി നിൽക്കുക ഇരുട്ടിൽ തന്നെ ആയിരിക്കും. ഇനി ഭൂമിശാസ്ത്രപരമായ ഒരു പ്രത്യേകത കൂടി ഒന്ന് ശ്രദ്ധിച്ചാൽ ഇതിൻ്റെ അർത്ഥം കുറേ കൂടി മനസ്സിലാവും. അതായത് ജെറുസലേം ഒരു കുന്നിൻ്റെ മുകളിലാണ്. അപ്പോൾ ആ ജെറുസലേം ഉയർന്നു നിൽക്കുന്നത് 2 താഴ്വാരങ്ങളുടെ മുകളിലാണ്. ഒന്നാമത്തെ താഴ്വാരം കെദ്രോൺ താഴ്വര, രണ്ടാമത്തെ താഴ്വാരം ഗേഹന്ന താഴ്വര. ഒരു യു ഷേപ്പ് സ്ട്രക്ചറാണിത്. അപ്പോൾ ഒരു താഴ്വര കെദ്രോൺ, ഒരു താഴ്വര ഗേഹന്ന. കെദ്രോൺ താഴ്വാരം വളരെ ആഴമില്ലാത്തതായിരുന്നു. എന്നാൽ ഗേഹന്ന താഴ്വര കിടങ്ങുകളും കുഴികളും ഇരുണ്ട ഗർത്തങ്ങളും നിറഞ്ഞ അഗാധമായ ഒരു താഴ്വരയായിരുന്നു ഗേഹന്ന. ജെറുസലേമിൽ ദേവാലയത്തിൽ സ്ത്രീകളുടെ പ്രാകാരത്തിൽ ഈ വലിയ ദീപങ്ങൾ കത്തിക്കുമ്പോൾ അത് കെദ്രോൺ താഴ്വാരത്തെ മുഴുവൻ പ്രകാശമാനമാക്കിയിരുന്നു. സിയോൻ്റെ തെരുവുകളെ മുഴുവൻ പ്രകാശമാനമാക്കിയിരുന്നു. എല്ലായിടങ്ങളിലും ഈ വെളിച്ചം പ്രകാശിച്ചിരുന്നു. ദേവാലയ പരിസരങ്ങൾ മാത്രമല്ല, ആ പ്രദേശം മുഴുവൻ വെളിച്ചമായിരുന്നു. എന്നാൽ ഈ ജെറുസലേമിൻ്റെ മുകളിൽ പ്രകാശിച്ചിരുന്ന ഈ ദീപങ്ങൾ വെളിച്ചം കൊടുക്കാത്ത ഒരേ ഒരു സ്ഥലമേ ഉണ്ടായിരുന്നുള്ളൂ. അതാണ് ഗേഹന്ന താഴ്വര. ഈ താഴ്വര വളരെ അഗാധമായിരുന്നതുകൊണ്ട് ഈ തിരുനാളിന് കൊളുത്തപ്പെടുന്ന ഈ അഗ്നിസ്തംഭങ്ങൾ, ഈ ദീപസ്തംഭങ്ങൾ പ്രകാശിപ്പിക്കുന്ന വലിയ പ്രഭാപൂരം ആ പ്രദേശം മുഴുവൻ പ്രകാശപൂരിതമാക്കുമായിരുന്നെങ്കിലും ഗേഹന്ന താഴ്വരയിൽ ആ വെളിച്ചം ചെല്ലുമായിരുന്നില്ല. അത് അന്ധകാരം നിറഞ്ഞ ഒരു കുഴിയായിരുന്നു, ഒരു അന്ധകാര താഴ്വരയായിരുന്നു. ഈശോ പറയുകയാണ്, നരകത്തെക്കുറിച്ച് പറയുമ്പോൾ ഈശോ ഉപയോഗിച്ച ഒരു ഉപമ അത് ഗേഹന്ന താഴ്വരയാണ് എന്നാണ്. ഈ ബെൻഹിന്നോം താഴ്വരയിൽ, ഈ ഗേഹന്ന താഴ്വരയിൽ
ശവശരീരങ്ങൾ വലിച്ചെറിയുമായിരുന്നു. കുരിശിൽ തറയ്ക്കപ്പെട്ടവരുടെ ശവശരീരങ്ങൾ വലിച്ചെറിയപ്പെട്ടിരുന്നു ഗേഹന്നാ താഴ്വരയിൽ. അതുപോലെ തന്നെ വേസ്റ്റ് കൂട്ടിയിട്ട് കത്തിക്കുമായിരുന്നു. അഴുകിയ ശവങ്ങളിൽ നിന്ന് നുരഞ്ഞു പൊങ്ങുന്ന പുഴുക്കളും ഗാർബേജ് കൂട്ടിയിട്ട് കത്തിക്കുമ്പോൾ ഉയരുന്ന പുകപടലങ്ങളും ചാകാത്ത പുഴുവിനെയും കെടാത്ത തീയെയും ഓർമ്മിപ്പിച്ചിരുന്നു. ഈ ഗേഹന്നാ താഴ്വരയുടെ യഹൂദൻ്റെ മനസ്സിൽ എപ്പോഴും നിറഞ്ഞു നിൽക്കുന്നൊരു ചിത്രത്തെ ഉദാഹരിച്ചുകൊണ്ടാണ് നരകത്തെ യേശു ഉപമിക്കുന്നത് ഗേഹന്നാ താഴ്വരയോട്. പുഴു ചാകാത്തതും തീ കെടാത്തതുമായ നരകം. നിങ്ങൾ ഓർക്കണം, ആ ഗേഹന്നാ താഴ്വര, നരകത്തെ ഉദാഹരിക്കാൻ യേശു ഉപയോഗിച്ച ഗേഹന്നാ താഴ്വര വെളിച്ചം കടന്നു ചെല്ലാത്ത സ്ഥലമായിരുന്നു. അവിടെ വെളിച്ചം കടന്നു ചെല്ലുമായിരുന്നില്ല. എന്തുകൊണ്ടാണ് യേശു ഗേഹന്നാ താഴ്വരയെ നരകത്തോട് ഉപമിച്ചത് എന്ന് ചോദിച്ചാൽ, യേശുവാകുന്ന വെളിച്ചത്തിൽ നടക്കാത്തവരെല്ലാം ഈ വെളിച്ചം കടന്നു ചെല്ലാത്ത ഗേഹന്നാ താഴ്വരയിൽ അവസാനിക്കും. അതുകൊണ്ട് ഈ ബെൻ ഹിന്നോം താഴ്വരയിൽ അവസാനിക്കാതിരിക്കാൻ യേശു നമ്മെ ഓർമ്മിപ്പിക്കുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്, നാം യേശുവിൻ്റെ കൂടെ നടക്കണം. യേശുവിൻ്റെ നിലപാടുകളെ ശ്രദ്ധിക്കണം. യേശുവിൻ്റെ സംസാരം കേൾക്കണം. യേശു പറയുന്ന കൽപ്പനകൾ അനുസരിക്കണം. യേശുവിൻ്റെ ഹൃദയത്തോട് നമ്മുടെ ഹൃദയം ചേർന്നിരിക്കണം. യേശു ഈ ചിന്തിക്കുന്നത് പോലെ ചിന്തിക്കാൻ കഴിയണം. അപ്പോൾ ഈ ദീപസ്തംഭത്തിൻ്റെ പിന്നാലെ യാത്ര ചെയ്യുമ്പോഴാണ് നമുക്ക് അന്ധകാരത്തിൽ ജീവിക്കാതിരിക്കാൻ കഴിയുന്നത്. ഇരുട്ടിൽ നിന്ന് നാം രക്ഷപ്പെടുന്നത്, അന്ധകാരത്തിൽ നിന്ന് രക്ഷപ്പെടുന്നത് യേശുവിനെ അനുഗമിക്കുമ്പോഴാണ്. നോക്കുക, ഒരൊറ്റ വാക്കാണ് ഞാൻ വിശദീകരിച്ചത്. യേശു വീണ്ടും അവരോട് പറഞ്ഞു, ഞാൻ ലോകത്തിൻ്റെ പ്രകാശമാണ്. എന്നെ അനുഗമിക്കുന്നവൻ ഒരിക്കലും അന്ധകാരത്തിൽ നടക്കുകയില്ല. അന്ധകാരത്തിൽ നടക്കാതിരിക്കാൻ നാം ചെയ്യേണ്ടത് യേശുവിനെ അനുഗമിക്കണം. യേശുവിൻ്റെ കൂടെ സഞ്ചരിക്കണം. പ്രിയപ്പെട്ടവരെ, ഇന്ന് ഈ ഒരു വാക്യം മാത്രം വിശദീകരിക്കാനുള്ള സമയമേ കിട്ടിയുള്ളൂ. എങ്കിലും അത് വളരെ അഗാധമായ അമൂല്യമായ ചില ഓർമ്മപ്പെടുത്തലുകൾ നമ്മിലേക്ക് കൊണ്ടുവരുന്നുണ്ട്. യേശു ജീവൻ്റെ പ്രകാശമാണ്. യേശുവിൻ്റെ കൂടെ നടക്കാൻ, യേശുവിൻ്റെ കൂടെ യാത്ര ചെയ്യാനുള്ള ഒരു ആഹ്വാനമാണ് ഈ വചനത്തിലൂടെ നമുക്ക് ഈശോ തന്നത്. നിങ്ങൾ യോഹന്നാന്റെ സുവിശേഷം വളരെ ശ്രദ്ധിച്ച് വായിക്കണം. നമ്മൾ വളരെ സാവധാനത്തിലാണ് മുന്നോട്ട് പോകുന്നത്. അത് ബോധപൂർവമാണ്. കാരണം അത്രയും നിഗൂഢമായ നിധി നിക്ഷേപങ്ങൾ മറച്ചു പിടിച്ചിരിക്കുന്ന ഒരു അപൂർവ ഖനിയാണ് യോഹന്നാൻ്റെ സുവിശേഷം. നിങ്ങൾ എനിക്ക് വേണ്ടിയും പ്രാർത്ഥിക്കണം. ഈ എപ്പിസോഡ് നിങ്ങൾ കാണുമ്പോൾ നിങ്ങൾ ഈ ശുശ്രൂഷകളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കണം. പ്രത്യേകിച്ച് വചന പഠനത്തിനായി നമ്മൾ പരിശുദ്ധാത്മാവിൻ്റെ പ്രേരണയിൽ പല കാര്യങ്ങളും മനസ്സിലാഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നുണ്ട്. അതെല്ലാം നിറവേറാൻ നിങ്ങൾ തീഷ്ണതയോടെ പ്രാർത്ഥിക്കണം. നിങ്ങളെല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. നിങ്ങളുടെ ഭവനങ്ങളിൽ ഇപ്രകാരം വചനവുമായി കടന്നു വന്ന് നിങ്ങളോട് സംസാരിക്കാൻ ദൈവം എനിക്ക് തന്ന അനുഗ്രഹത്തിന് ഞാൻ ദൈവത്തെ മഹത്വപ്പെടുത്തുകയും ചെയ്യുന്നു. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കും.